എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോൾ ഈ ആഴ്ചത്തെ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ആവർത്തന പുസ്തകം 11 മുതൽ 25 വരെയുള്ള അധ്യായത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ചോദ്യം 1. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? അടുത്ത ചോദ്യം, വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നത് എവിടെ? അടുത്ത ചോദ്യം, കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്തു കടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എത്ര അടി അടിപ്പിക്കാം? അടുത്ത ചോദ്യം, ആരുടെ വസ്ത്രമാണ് പണയം വാങ്ങാൻ പാടില്ലാത്തത്? അടുത്ത ചോദ്യം, ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് വിളിച്ചു പറയണം? അടുത്ത ചോദ്യം, എത്ര സങ്കേത പട്ടണങ്ങൾ പണിയുവാനാണ് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? അടുത്ത ചോദ്യം, യഹോവ തരുന്ന ദേശത്ത് എത്ര പട്ടണം വേർതിരിക്കണം? അടുത്ത ചോദ്യം, ദൈവമായ യഹോവയുടെ മുൻപാകെ നാം എങ്ങനെയുള്ളവരായിരിക്കണം? അടുത്ത ചോദ്യം, മരണയോഗ്യനായ ഒരുവനെ കൊല്ലുന്നത് എത്ര സാക്ഷികളുടെ വാമൊഴിയാലായിരിക്കണം? അടുത്ത ചോദ്യം, നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ആരെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്. അപ്പോൾ ഇവയാണ് ഇന്നത്തെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ സെൻഡ് ചെയ്യുക. രാത്രി 10 മണിക്കകത്ത് തന്നെ എല്ലാവരും സെൻഡ് ചെയ്യാനായിട്ട് നോക്കാം. കൂടെ നിങ്ങളുടെ നെയിമും കൂടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.